ഹലോ എവരി വൺ, വെൽക്കം ടു ശാസ്ത്ര. എല്ലാവർക്കും അറിയാം, ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈ രണ്ട് എക്സാംസിൻ്റെയും സിലബസ് PSC ഒഫീഷ്യലി പുറത്തു വിട്ടിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം വിളിച്ചിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സ് ആണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 677/2022 ആണ്. അതിൻ്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 12/6/2023 ആണ്. അതായത് ജൂൺ 12 മൺഡേ ആണ് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് 15,648. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ എന്ന് പറയുന്നത് 11th ഏപ്രിലുമാണ്. അപ്പോൾ നിങ്ങൾ നമ്പർ ഓഫ് അപ്ലിക്കൻസ് നോക്കിയാൽ മനസ്സിലാവും, 15,648 പേരാണ് ഇതുവരെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു 70% ആളുകൾ മാത്രമേ കൺഫർമേഷൻ കൊടുക്കുള്ളൂ. അപ്പോൾ എറൗണ്ട് 10,000 മെമ്പേഴ്സേ നമുക്ക് എക്സാം എഴുതാൻ ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ എല്ലാവരും എഴുതിക്കൊള്ളണമെന്നില്ല. അതിൽ പ്രിപ്പയർ ചെയ്യുന്ന വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോസ്റ്റ് ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സ് ആണ്. ഇപ്പം തന്നെ PSC പറയുന്നത് 42 ഒഴിവുകളാണ്. അതെന്തായാലും വേക്കൻസീസ് ഇൻക്രീസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതാണ് ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സ് എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 679/2022 ആണ്. അതിൻ്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 5/6/2023, അതായത് ജൂൺ 5, 2023 എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്, മൺഡേ. നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിനേക്കാളും കുറവാണ്, 13,284 അപ്പോൾ ഏകദേശം ഒരു 8,000 പേര് മാത്രമേ അതിൽ കൺഫർമേഷൻ കൊടുക്കൂ. അതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ എന്ന് പറയുന്നത് 11/4/2023 ആണ്. 11th ഏപ്രിലാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് എക്സാമാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ളത്. അപ്പോൾ ഇതിലുള്ള നമ്പർ ഓഫ് അപ്ലിക്കൻസിനെ നോക്കിയിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട, കാരണം ഇത്രയും അപ്ലിക്കൻസ് എന്തായാലും ഉണ്ടാവില്ല. കാരണം കൺഫർമേഷൻ കൊടുക്കുന്നവർ കുറവായിരിക്കും. കാരണം ഒരുപാട് എക്സാംസ് വരുന്ന ഒരു മന്താണ് ജൂൺ. ഇതിലിപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവർ മേ ബി ഇതിനെ കൺഫർമേഷൻ കൊടുത്തോളണമെന്നില്ല. അപ്പോൾ എന്തായാലും നമ്പർ ഓഫ് അപ്ലിക്കൻസിൻ്റെ എണ്ണം കുറയും എന്നുള്ളത് ഷുവറാണ്. ഇനി നമുക്ക് ഈ രണ്ട് എക്സാമുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സിലബസ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 10 മൊഡ്യൂളായിട്ടാണ് സിലബസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും രണ്ട് രീതിയിലുള്ള സിലബസാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് പരിചയപ്പെടാം. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ഡയോഡാണ്, 10 മാർക്കിന്. അതായത് ബേസിക് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ് ഇതിൽ കംപ്ലീറ്റ്ലി പഠിക്കാനുള്ളത്. എനർജി ബാൻഡ് ഡയഗ്രം തൊട്ട് അതുപോലെ തന്നെ അതിൻ്റെ VI ഡയോഡിൻ്റെ ബേസിക് ആയിട്ടുള്ള VI ക്യാരക്ടറിസ്റ്റിക്സ് വരെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ഫിസിക്സ് തൊട്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കുറേ സ്പെഷ്യൽ ഡയോഡ്സ് കൊടുത്തിട്ടുണ്ട്. പവർ ഡയോഡ്, സെനർ ഡയോഡ്, വരാക്ടർ ഡയോഡ്, ടണൽ ഡയോഡ് പോലത്തെ കുറേ ഡയോഡ്സും അതിൻ്റെ പ്രിൻസിപ്പിളും, അതുപോലെ തന്നെ ഡയോഡ് അപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയർ, ഫിൽറ്റർ, സെനർ ഡയോഡ്, വോൾട്ടേജ് റെഗുലേറ്റർ, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് വരുന്നത്. സെക്കൻഡ് മൊഡ്യൂള് ഡീപ്പായിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, ബേസിക് ഇലക്ട്രിക്കൽ, 10 മാർക്കിന്. അത്യാവശ്യം വൈഡായിട്ടുള്ള ഇലക്ട്രിക്കൽ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് മോട്ടോഴ്സും അതുപോലെ തന്നെ DC മെഷീൻസും DC ജനറേറ്റേഴ്സും അതുപോലെ RLC സർക്യൂട്ട്സും അതുപോലെ നമ്മുടെ നെറ്റ്വർക്ക് തിയറിയിൽ പഠിച്ചിരിക്കുന്ന ഡിഫറെൻറ്റ് തിയറംസ്, സൂപ്പർ പൊസിഷൻ, തെവെനിൻസ്, നോർട്ടൺസ്, റെസിപ്രോസിറ്റി, മാക്സിമം പവർ ട്രാൻസ്ഫർ പോലത്തെ ബേസിക് തിയറംസും അതുപോലെ തന്നെ കുറേ ടൈപ്പ് യൂണിവേഴ്സൽ മോട്ടേഴ്സും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നുണ്ട്. 10 മാർക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയാം. പിന്നെ വന്നിരിക്കുന്ന ട്രാൻസിസ്റ്ററാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബൈപ്പോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ തൊട്ട് ഇതിൻ്റെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഗെയിനും ലീക്കേജ് കറൻറ്റും ഇൻപുട്ട് ക്യാരിയും ഔട്ട്പുട്ട് ക്യാരിയൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ JFET ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററും മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കുറേ സ്പെഷ്യൽ ഡിവൈസസ്, UJT, അതുപോലെ SCR പോലത്തെ കുറേ സ്പെഷ്യൽ ഡിവൈസസ്, ട്രയാക്ക്, ഡയാക്ക് പോലത്തെ ഡിവൈസസ് ഒക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ വോൾട്ടായിക് സെല്ലും LED-യും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ സപ്ലൈസ്, അതുപോലെ SMPS, വോൾട്ടേജ് റെഗുലേറ്റർ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ട്രാൻസിസ്റ്റേഴ്സ് എന്നുള്ള മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സർക്യൂട്ടിൻ്റെ പാർട്ടാണെന്ന് നമുക്ക് പറയാം. ഇതിനും 10 മാർക്കാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്
10 മാർക്കിന് കൊടുത്തിരിക്കുന്ന അടുത്ത മൊഡ്യൂൾ. വളരെ കുറച്ച് ടോപ്പിക്സേ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ ഇത് തന്നെ വൈഡായിട്ട് പഠിക്കാനുണ്ട്. അനലോഗ് ആൻഡ് ഡിജിറ്റൽ മീറ്റർ, വീസ്റ്റോൺ ബ്രിഡ്ജ്, ക്യൂ മീറ്റർ, CRO, സിഗ്നൽ ജനറേറ്റർ, റെക്കോർഡർ, അനലോഗ് ആൻഡ് ഡിജിറ്റൽ മീറ്റർ, ഡാറ്റ അക്യൂഷൻ സിസ്റ്റം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഒപ്പാമ്പാണ്, LIC, ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ഒപ്പാമ്പാണ് മൊഡ്യൂൾ 5. ഇതിനും 10 മാർക്കാണ്. അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ടുള്ള ഒപ്പാമ്പിൻ്റെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്നുള്ള കോൺസെപ്റ്റ് തൊട്ട് പഠിക്കാനുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്, CMRR, സ്ലീവ് റേറ്റ് പോലത്തെ പാരാമീറ്റേഴ്സ്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പാമ്പ് സർക്യൂട്ട്സ്, ഇൻവേർട്ടിംഗ് എന്താണ്, നോൺ ഇൻവേർട്ടിംഗ് എന്താണ്, വോൾട്ടേജ് ഫോളോവർ എന്താണ്, കമ്പാരറ്റർ എന്താണ്, സമ്മിങ് ആംപ്ലിഫയർ, ഇൻ്റഗ്രേറ്റർ, ഡിഫറൻഷ്യേറ്റർ, അതുപോലെ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ, ലെവൽ ഡിറ്റക്ടർ, സ്മിത്ത് ട്രിഗർ, ലോഗ് ആംപ്ലിഫയർ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ പോലത്തെ കുറേ ഒപ്പാമ്പ് സർക്യൂട്ട്സ് പഠിക്കാനുണ്ട്. ശരിക്കും നമ്മൾ പണ്ട് ഡിജിറ്റലിൻ്റെ കൂടെ പഠിച്ചിരിക്കുന്ന ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും സ്പെസിഫിക് ആയിട്ട് ഇവിടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടൈപ്സ് അടക്കം കൊടുത്തിട്ടുണ്ട് ഒപ്പാമ്പിൻ്റെ കൂടെ. അത് LICയുടെ കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ്, എന്താണ് ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓസിലേറ്റേഴ്സ് ഇവിടെ ഈ മൊഡ്യൂളിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒപ്പാമ്പ് വെച്ചിട്ടുള്ള ഓസിലേറ്റർ സർക്യൂട്ട്സ് ആണ് പഠിക്കാനുള്ളത്. RC, ഫേസ് ഷിഫ്റ്റ്, വെയിൻ ബ്രിഡ്ജ്, മൾട്ടി വൈബ്രേറ്റേഴ്സ്, ഇതുപോലത്തെ സിലബസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫേസ് ലോക്ക്ഡ് PLL-ഉം VCOയും അല്ലേ, ഫേസ് ലോക്ക്ഡ് ലൂപ്പും വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററും അതിൻ്റെ ICs ഒക്കെ കൊടുത്തിട്ടുണ്ട്. 555 IC, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അത്യാവശ്യം വൈഡായിട്ടുള്ള സിലബസ് തന്നെയാണ് ഒപ്പാമ്പ് എന്ന് പറയുന്നത്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഇതിനും 10 മാർക്കാണ്. 6th മൊഡ്യൂൾ വരുന്ന ഓസിലേറ്റേഴ്സാണ്. ഓസിലേറ്റേഴ്സിൽ ബേസിക് ആയിട്ടുള്ള ബാർക്കോസും ക്രൈറ്റീരിയ തൊട്ട് അങ്ങനെ പഠിക്കാനുണ്ട്. RC ഓസിലേറ്റർ എന്തൊക്കെയാണ്, LC ഓസിലേറ്റർ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മൾട്ടി വൈബ്രേറ്റേഴ്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്, സ്മിത്ത് ട്രിഗർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഓസിലേറ്റേഴ്സിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വളരെ വൈഡായിട്ടുള്ളൊരു സെഷനാണ്, 10 മാർക്കിന് തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്പർ സിസ്റ്റം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്പർ സിസ്റ്റം തൊട്ട് അതിൻ്റെ ബേസിക് കൺവേർഷനും അതുപോലെ തന്നെ കുറേ സ്പെഷ്യൽ കോഡ്സും ആ സ്പെഷ്യൽ കോഡ്സിൻ്റെ കൺവേർഷനും ബൂലിയൻ അൽജിബ്രയും അതുപോലെ തന്നെ ഈ ഗേറ്റ്സും യൂണിവേഴ്സൽ ഗേറ്റിൻ്റെ പ്രിൻസിപ്പിളും ആഡറും സബ്ട്രാക്ടറും, അതായത് കോമ്പിനേഷൻ സർക്യൂട്ടും സീക്വൻഷ്യൽ സർക്യൂട്ടും, അതായത് കോമ്പിനേഷൻ സർക്യൂട്ടിൽ മക്സ് ഡിമക്സ് പോലത്തെ സർക്യൂട്ട്സും സീക്വൻഷ്യൽ സർക്യൂട്ടിൽ കൗണ്ടർ ഷിഫ്റ്റ് രജിസ്റ്റർ പോലത്തെ സർക്യൂട്ട്സൊക്കെ വരുന്നുണ്ട്. ഇത്രയും വൈഡായിട്ടുള്ളൊരു സിലബസാണ്. പിന്നെ ലോജിക് ഫാമിലീസ് വളരെ ഡീപ്പായിട്ടുള്ളൊരു സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലോജിക് ഫാമിലീസ്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ മെമ്മറീസും നമ്മുടെ സിലബസിലുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു പാർട്ടാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. 10 മാർക്കിൻ്റെ പോർഷനാണ്, അപ്പോൾ നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. 8th പാർട്ട് എന്ന് പറയുന്നത് TV ആണ്, ടെലിവിഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ടെലിവിഷൻ എഞ്ചിനീയറിംഗ് നമ്മളെ പഴയ സിലബസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ചേഞ്ചസ് TV വന്നിട്ടുണ്ട്. അപ്പോൾ TV കുറേ അഡ്വാൻസ്ഡ് ടോപ്പിക്സൊക്കെ അവർ അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് പിക്ചർ ട്യൂബ്സും അതുപോലെ തന്നെ കളർ TV ക്യാമറയും അതുപോലെ NTSC CCAM PAL സിസ്റ്റവും അതിൻ്റെ അഡ്വാൻറ്റേജസും പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാറ്റലൈറ്റ് TV റിസീവിങ് സിസ്റ്റത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ഡിജിറ്റൽ സാറ്റലൈറ്റ് റിസീവറിനെ കുറിച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള TV സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ വളരെ വൈഡായിട്ടുള്ളൊരു സെഷനാണ് TV എന്ന് പറയുന്നത്. ഇതിനും 10 മാർക്കാണ്. 9th പാർട്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിൽ കുറേ പാർട്ട് വരുന്നുണ്ട്. ആൻറ്റിന എന്നുള്ളൊരു പാർട്ട് വരുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിനാസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, വളരെ ഡീപ്പായിട്ടുള്ള ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വളരെ വൈഡായിട്ട് തന്നെ പഠിക്കാനുണ്ട്, ഏതൊക്കെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെനാരിയോസ് ആണെന്ന്. അതുപോലെ തന്നെ AM-ൻ്റെയും FM-ൻ്റെയും ഒക്കെ ബേസിക് ആയിട്ടുള്ള മോഡുലേഷൻ ടെക്നിക്സ് പഠിക്കാനുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. പിന്നെ മൈക്രോ കൺട്രോളറാണ്. മൈക്രോ കൺട്രോളർ മാത്രമേ ഉള്ളൂ, മൈക്രോ പ്രൊസസ്സർ സിലബസിലില്ല. 8051 തന്നെയാണ് മെയിനായിട്ട് ചോദിച്ചിരിക്കുന്നത്. 8051 വളരെ വൈഡായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ മെമ്മറി ഓർഗനൈസേഷൻ, പ്രോഗ്രാം മെമ്മറി എന്താണ്, ഡാറ്റ മെമ്മറി എന്താണ്, ഇൻറ്റേർണൽ റാം സ്ട്രക്ചർ, B രജിസ്റ്റർ, അക്യുമുലേറ്റർ, രജിസ്റ്റർ ബാങ്ക്, ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ. അപ്പോൾ അങ്ങനെ വളരെ വൈഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അഡ്രസ്സിങ് മോഡും ഇൻസ്ട്രക്ഷൻ സെറ്റും ഇൻ്റർഫേസിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സ് അത്യാവശ്യം വൈഡായിട്ടുള്ള സിലബസ് തന്നെയാണ്, പക്ഷെ നമുക്ക് 2 months കൊണ്ട് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നൊരു സിലബസ് മാത്രമാണ്. ഇനി നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ സിലബസിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ഇതും നമുക്ക് മൊഡ്യൂൾ വൈസ് ആയിട്ടൊന്ന് പറയാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്കിലേക്ക് പോകുന്നില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ അഡീഷണലി വരുന്ന ടോപ്പിക്ക് നമുക്ക് വൈഡായിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ സിലബസിൽ ഇല്ലാത്ത ഒരു പാർട്ടാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ. പാസീവ് കോമ്പണൻസ് ആണ് പഠിക്കാനുള്ളത്. അതായത് ബേസിക് ആയിട്ടുള്ള റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ട്രാൻസ്ഫോമർ,
ഇങ്ങനെ 4 പാസീവ് കോമ്പണൻസ് ആണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക്സിൻ്റെ ഇവല്യൂഷൻ തൊട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആക്റ്റീവ് പാസീവ് എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്താണ്. അപ്പോൾ വളരെ വൈഡായിട്ട് നമ്മൾ ബിടെക് ഒക്കെ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ, ഡിപ്ലോമ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന പേപ്പറാണ് ബേസിക് ഇലക്ട്രോണിക്സ് അല്ലേ. അപ്പോൾ അതുതന്നെയാണ് അതിലെ പാസീവ് കോമ്പണൻസ് ആണ് ഈ മൊഡ്യൂളിൽ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് 10 മാർക്കിന്. രണ്ടാമത്തത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർക്യൂട്ട്സിൻ്റെ പാർട്ടാണ്. ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട് 10 മാർക്കിന്. ട്രാൻസിസ്റ്റർ ആപ്ലിക്കേഷൻസ് ആണ് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് സിംഗിൾ സ്റ്റേജ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്താണ്, അതുപോലെ തന്നെ പാരലൽ സർക്യൂട്ട്സ്, ബയാസിങ് സർക്യൂട്ട്സ്, ഡിഫറെൻറ്റ് ബയാസിങ് സർക്യൂട്ട്സ് ഏതൊക്കെയാണെന്നൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. മൂന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ ഇലക്ട്രോണിക്സിലുള്ള അതേ കോമൺ ടോപ്പിക് തന്നെയാണ്, ഓസിലേറ്റേഴ്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്. അതായത് 2 ഓസിലേറ്റേഴ്സ് പഠിക്കാനുണ്ട്, RCയും LCയും. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൾട്ടി വൈബ്രേറ്റേഴ്സ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടായിട്ട് ഇൻ്റഗ്രേറ്ററും ഡിഫറൻഷ്യേറ്ററും ഒക്കെ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ മൊഡ്യൂൾ. നാലാമത്തെ മൊഡ്യൂൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. പക്ഷേ ഇലക്ട്രോണിക്സിൻ്റെ അത്ര വൈഡായിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല സിലബസ്. ഇതിൽ മെയിനായിട്ട് കോമ്പിനേഷൻ സർക്യൂട്ടും സീക്വൻഷ്യൽ സർക്യൂട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആഡർ, സബ്ട്രാക്ടർ, മക്സ്, ഡിമക്സ്, എൻകോഡർ, ഡീകോഡർ ഉള്ള സർക്യൂട്ട്സും അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഡ് കൺവേർട്ടേഴ്സുമാണ് ഇതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ വരുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ സീക്വൻഷ്യൽ സർക്യൂട്ടാണ്. അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ്, ലാച്ച് എന്താണ്, കൗണ്ടർ എന്താണ്, ഷിഫ്റ്റ് രജിസ്റ്റർ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിജിറ്റൽ വരുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കുറച്ചും കൂടി വൈഡായിട്ട് പഠിക്കാനുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടാണ് പഠിക്കാനുള്ളത്. അഞ്ചാമത്തെ മൊഡ്യൂൾ നോക്കുക, പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പക്ഷേ ഇതിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. AM-ഉം FM-ഉം PM-ഉം കുറച്ചും കൂടി വൈഡായിട്ടാണ് നമ്മളിവിടുത്തെ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ പഠിക്കുന്നത് 10 മാർക്കിന്. ഓക്കെ, വളരെ വൈഡായിട്ടുള്ള ഒരു സിലബസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് DSP-SC, SSPSC, VSP തൊട്ടുള്ള എല്ലാ പാർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മോഡുലേറ്റിംഗ് സർക്യൂട്ടും ഡിമോഡുലേറ്റിംഗ് സർക്യൂട്ടും ഒക്കെ പഠിക്കാനുണ്ട്. ആറാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് 10 മാർക്കിന് റേഡിയോ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവറാണ്. അപ്പോൾ ശരിക്കും 5 മാർക്കും ശരിക്കും ഫുള്ളായിട്ട് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ AM, FM ഒക്കെ പഠിക്കും. അതിൻ്റെ ട്രാൻസ്മിറ്റർ റിസീവർ പാർട്ടൊക്കെ, അതിൻ്റെ മോഡുലേഷനും ഡിമോഡുലേഷനുമാണ് മെയിനായിട്ട് ആറാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. അതും വളരെ വൈഡായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അത്രയും വൈഡായിട്ടുള്ള സിലബസ് തന്നെയാണ്. ഏഴാമത്തെ പാർട്ടാണ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിനും 10 മാർക്കാണ്. മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ നേരത്തെ ഇലക്ട്രോണിക്സിൻ്റെ സിലബസിൽ കുറച്ച് ഉണ്ടായിരുന്നു. അത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാലവനോമീറ്റേഴ്സും അതുപോലെ തന്നെ മൾട്ടിമീറ്ററും അമ്മീറ്ററും ഫ്രീക്വൻസി മീറ്ററും ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ CRO എന്താണ്, CROൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ വരുന്നത്. ഓപ്പറേഷണൽ ആംപ്ലിഫയറിനെ കുറിച്ച് പഠിക്കാനാണ് നമ്മുടെ 8th മൊഡ്യൂൾ വരുന്നത്. ഇലക്ട്രോണിക്സിലുള്ളത് തന്നെയാണ്, പക്ഷെ ചെറിയ ഒരു ചേഞ്ച് ആയിട്ടാണ് ഇവിടെ സിലബസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ സിലബസ് പോലെ തന്നെ അല്ലേ. അഡീഷണലി നമുക്ക് IC റെഗുലേറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ SMPS ഒക്കെ ഈ ചാപ്റ്ററിൻ്റെ കൂടെ വരുന്നുണ്ട്. 9ാമത്തെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പം നിങ്ങൾ നോക്കുക, 30 മാർക്കിന് ശരിക്കും പ്യുവർ കമ്മ്യൂണിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. AM-ഓ FM-ഓ ആദ്യം, അതിൻ്റെ ട്രാൻസ്മിറ്റർ റിസീവർ പാർട്ട് അടുത്തത്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ അടുത്ത്. അങ്ങനെ 3 മൊഡ്യൂളായിട്ട് 30 മാർക്കിന് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെനാരിയോസ് എന്ന് സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ലാസ്റ്റ് മൊഡ്യൂൾ മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് എംബഡഡ് സിസ്റ്റമാണ്. മൈക്രോ കൺട്രോളർ നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സിൽ പഠിച്ച സെയിം സംഭവം തന്നെ, 8051, പക്ഷേ കുറച്ചും കൂടി വൈഡായിട്ട് അതിൻ്റെ ഇൻ്റർഫേസിങ് സർക്യൂട്ട്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അറിഞ്ഞിരിക്കണം. പിന്നെ അഡീഷണലി ഇവിടെ കൊടുത്തിരിക്കുന്ന AVR ആണ് അല്ലേ. AVRൻ്റെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്ത പാർട്ടാണ് സിലബസിൽ. അപ്പോൾ AVR-ഉം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിലബസിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് 2 months കൊണ്ട് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സിലബസ് തന്നെയാണ് ഇപ്പോൾ PS റിലീസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡെമോൺസ്ട്രേറ്ററിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഓൺലൈൻ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ ബുക്ക്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു April 15th ആകുമ്പോഴേക്കും ബുക്ക്ലെറ്റ് റെഡിയാക്കും. അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും ഒരു ഒറ്റ ബാച്ചാണ്. അപ്പോൾ 2 സിലബസിലെയും പോർഷൻസ് നമ്മൾ എൻറ്റയർലി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ജോയിൻ ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ് ഓൾറെഡി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.